എൻ്റെ മാതാവ് എൻ്റെ അമ്മയുടെ അടുത്തെത്തി. എനിക്കത് ഉറപ്പായിട്ടും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അതെനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. എൻ്റെ അമ്മ ഇതുവരെ പിന്നെ ഉറക്കഗുളിക കഴിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ കാലം അമ്മയ്ക്ക് ഒരിക്കലും നടക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് എൻ്റെ അമ്മ. അമ്മയും കൊണ്ട് ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിരുന്നു. അമ്മയും കൊണ്ട് ബസ്സിൽ കയറി ഞാൻ ആ കാലം വെച്ച് ഞാൻ ഇവിടെ വന്നു. അമ്മ ഇതുവരെ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല. അമ്മ ഉറക്കഗുളിക കഴിച്ചിട്ടില്ല. ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ സർജറി കഴിഞ്ഞു, സംസാരിച്ചു. അടുത്ത ഡോക്ടർ പറഞ്ഞു നമുക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. റേഡിയേഷൻ തുടങ്ങി. 30 റേഡിയേഷൻ. ഭയങ്കര ഒരവസ്ഥയാണ്. ഡെയിലി കൊണ്ടുപോയി റേഡിയേഷൻ എടുക്കുക. കഴുത്ത് ഫുള്ളും പൊട്ടി മുറിവായി. കാണാൻ പറ്റില്ല. ആളിന് സ്വയം മരിച്ചു പോയാൽ മതി എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു. എനിക്കിനി ഒന്നിനും കഴിയില്ല, ഞാനങ്ങ് മരിച്ചു പോട്ടെ എന്ന്. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ 5:30 എഴുന്നേറ്റ് ഞാൻ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മ എനിക്കാരുമില്ല, അമ്മയല്ലാതെ എനിക്കാരുമില്ല, എനിക്കൊന്നും കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റാരുമില്ല, അമ്മ എനിക്ക് ശക്തി തരണം. ഞാൻ വൈകിട്ട് 6 മണിക്ക് പുറത്ത് ഇറങ്ങി കൂടി മക്കളെടുത്ത് പറയും, മക്കളെ മാതാവിനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം, അതിനൊരു മുടക്കം വരരുത്, മാതാവ് മാത്രമേ നമുക്കുള്ളൂ എന്ന്. മാതാവ് എനിക്ക് ഒപ്പമുണ്ട്. റേഡിയേഷൻ 30 ഞാൻ പൂർത്തീകരിച്ചു. കഴിഞ്ഞ മാസം 28-ാം തീയതി റേഡിയേഷൻ പൂർത്തീകരിച്ചു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭർത്താവിൻ്റെ രോഗം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്, നമുക്കിനി ഒരു പ്രശ്നവും ഇല്ല, 2 മാസത്തിനിടയ്ക്ക് ചെക്കപ്പിന് വന്നാൽ മതിയെന്ന്.